നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് സംസ്ഥാന സർക്കാരിന് നേട്ടമായി എങ്കിലും CPM ഒരു കാര്യം മറന്നു. നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ 1 മാത്രമാണ് അംഗീകാരം കിട്ടിയത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലിലടക്കം 3 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകിയിട്ടില്ല. മറ്റു 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലുമാണ്. ഗവർണറുമായി പോരിന് മൂർച്ച കൂട്ടിയിരുന്ന ഇടത് സർക്കാരിന് രാഷ്ട്രപതിയുടെ ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ്. ലോകായുക്ത ബില്ല് പോലെ തന്നെ CPMനും സർക്കാരിനും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ല്. അതാണ് രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നത്. സർവകലാശാല വിഷയത്തിലാണല്ലോ ആരിഫ് ഖാനും CPMും തമ്മിൽ യുദ്ധം നടക്കുന്നത്. എന്നാൽ രാഷ്ട്രപതി ഭവൻ അതിൽ കയറി ചെക്ക് വച്ചിരിക്കുകയാണ്. സർവകലാശാലകളുടെ അവസാന വാക്ക് ചാൻസലറാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. അതായത് സർവകലാശാലകളിൽ എന്ത് തീരുമാനമെടുക്കുന്നതിനും ചാൻസലർക്ക് അധികാരമുണ്ട്. സർക്കാരിനോ മറ്റ് ആളുകൾക്കോ ഒന്നും സർവകലാശാല വിഷയത്തിൽ തലയിടാനുള്ള അധികാരമില്ല. ചാൻസലർക്കും മേലെ കയറി ആരും കളിക്കണ്ട എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ഈ വിധി കൂടി മാനിച്ചായിരിക്കും രാഷ്ട്രപതി ആ ബില്ലിൽ നടപടി സ്വീകരിക്കുക. CPMന് ചങ്കിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർവകലാശാലകളിൽ CPMന്റെ അപ്രമാദിത്വത്തിന് തടസ്സമായി നിൽക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആ തടസ്സം വെട്ടിനീക്കാൻ വേണ്ടിയാണ് ബില്ലുമായി വന്നത്. അതിങ്ങനെയുമായി സർവകലാശാലകൾ പാർട്ടി ആപ്പീസാക്കാനുള്ള CPM പരിപ്പ് വേഗുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രപതിക്ക് അയച്ച 3 ബില്ലുകളിൽ തീരുമാനമായില്ലെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. ലോകായുക്ത ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടതിന് പിന്നാലെയാണ് രാജ്ഭവന്റെ വിശദീകരണം. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലിലും VCമാരുടെ നിയമനത്തിൽ ചാൻസലറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലിലും അപ്പലേറ്റ് ട്രിബ്യൂണൽ അധ്യക്ഷനെ നിയമിക്കുന്നതിനുള്ള സർവകലാശാല ഭേദഗതി ബില്ലിലും തീരുമാനമായില്ല എന്നാണ് രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത്. ഈ 3 ബില്ലുകളും രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ചു. മറ്റു 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്ന് രാഷ്ട്രപതി ഭവന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ സർക്കാർ പോരിനിടെയാണ് സംസ്ഥാന സർക്കാരിന് നേട്ടമായി ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നത്. 2022 ഓഗസ്റ്റിലാണ് നിയമസഭ ലോകായുക്ത ഭേദഗതി ബില്ല് പാസാക്കിയതായിരുന്നു. ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് 7 ബില്ലുകൾ 2023 നവംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് വിട്ടത്. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല്. ഈ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ വൈകിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഗവർണറുടെ നടപടിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ലോകായുക്ത ബില്ലടക്കം 7 ബില്ലുകൾ ഗവർണർ 2023 നവംബറിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടത്. സർവകലാശാല ട്രിബ്യൂണൽ നിയമനം സംബന്ധിച്ച 2 ബില്ലുകൾ, ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന 2 ബില്ലുകൾ, വൈസ് ചാൻസലർ നിയമനത്തിനുള്ള തിരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബില്ല്, ലോകായുക്ത നിയമ ഭേദഗതി ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നിവയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചിരുന്നത്.